കൊണ്ട് മദ്യം വാങ്ങി ഉപയോഗിച്ച് ആ മദ്യത്തിന്റെ ലഹരിയിൽ ആമേ വഴിയിൽ ലക്കുകെട്ട് വീഴുക. ശരിയല്ലേ സഹോദര? നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് നാം അധ്വാനിച്ച് നേടിയ സമ്പത്ത് കൊടുത്ത് മദ്യം വാങ്ങി അത് ഉപയോഗിച്ച് ബോധം നഷ്ടപ്പെടുക. ആടി 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 മദ്യം കഴിച്ച് ആടി വരുന്ന സമയത്ത് അപ്പുറത്തെ പോസ്റ്റിൽ പിടിച്ച് ഇപ്പുറത്തെ പോസ്റ്റിൽ പിടിച്ച് അപ്പുറത്തെ ചുമരിൽ പിടിച്ച് ഇപ്പുറത്തെ ചുമരിൽ പിടിച്ച് ലക്കില്ലാതെ ഈ മദ്യപാനി റോഡിൽ വീഴുന്നത് എത്രയോ കണ്ടിരിക്കുന്നു. നമ്മുടെ ചുറ്റോട് എത്രയോ പേർ കണ്ടിരിക്കുന്നു. ശരിയാണോ ഇല്ലയോ എന്ന് ഒന്ന് ചിന്തിക്കുക. അത് പാപത്തിന്റെ വഴിയാണെന്ന് ബൈബിൾ വിളിച്ചു പറയുക. സ്തോത്രം. എന്നാൽ മദ്യപിച്ച് ലക്കില്ലാതെ വഴിയിൽ കിടക്കുന്ന മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന ഇറച്ചി കഷ്ണം, ഇറച്ചി കഴിച്ച് പൊറോട്ട കഴിച്ച് മദ്യപിച്ച് ലക്കില്ലാതെ റോട്ടിൽ കൂടി നടന്നു വരുമ്പോഴാണ് ബോധം നഷ്ടപ്പെട്ട് വീഴുന്നത്. അവിടെ കിടന്ന് ഛർദിക്കുക. ശരിയല്ലേ? ഇടന്ന കിടപ്പിൽ കിടന്ന് ഛർദിക്കുക. ഈ ഛർദിച്ചത് തെരുവായ്ക്കൽ വന്ന് നക്കി തിന്നുകയും ആമ ഛർദിച്ച വായിൽ ഈ പട്ടി നക്കുകയും ചെയ്തു. നല്ല പ്രവണതയാണോ അത്? നല്ല അവസ്ഥയാണോ? സ്തോത്രം. നാം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരെയാണ്. നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കേണ്ട നന്മകൾ, നമ്മുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ട നന്മകൾ, അവരുടെ ഭാവിക്ക് വേണ്ടി കരുതേണ്ട നന്മകൾ വ്യർത്ഥമായി ചെലവഴിച്ച് നമ്മുടെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തി നമ്മുടെ ശരീരത്തെ വ്യർത്ഥമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനേകരെ നമുക്കിന്ന് കാണുവാൻ കഴിയുക. അതിൽ നിന്ന് ഒരു മോചനം സുഹൃത്തെ നീ ആഗ്രഹിക്കുന്നില്ലേ? ഒരു മോചനം നീ ആഗ്രഹിക്കുന്നില്ലേ? ആഗ്രഹിക്കുന്നു എങ്കിൽ നിന്നെ രക്ഷിക്കാൻ ഒരു മനുഷ്യന് കഴിയത്തില്ല. മദ്യപിച്ച് ലക്കില്ലാതെ ഒരു ഭ്രാന്തന്റെ രൂപത്തിൽ നടക്കുന്ന എത്രയോ പേരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഭവനത്തിലുള്ളവർക്ക് രക്ഷിക്കാൻ കഴിയുമോ? ദേശത്തുള്ളവർക്ക് രക്ഷിക്കാൻ കഴിയുമോ? ഒരു ഡോക്ടർക്ക് രക്ഷിക്കാൻ കഴിയുമോ? ആർക്കും രക്ഷിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഈ പകൽവേളയില് രക്ഷിപ്പാൻ ശക്തനാകുന്ന ഒരു കർത്താവിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അധികാരമുള്ളവൻ, സ്നേഹമുള്ളവൻ, കരുണയുള്ളവൻ, വിശ്വസ്തനാകുന്ന കർത്താവ്. നീ വിശ്വസ്തയോടെ കർത്താവിനൊന്ന് രുചിച്ചറിഞ്ഞാൽ ഉറപ്പായിട്ട് നിന്റെ ജീവിതത്തില് നന്മ അനുഗ്രഹവും വരുവാനിടയാണ്. ഇത് ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാ നിങ്ങളോട് വിളിച്ചു പറയുന്നത്. ഈ നന്മ ഞങ്ങൾ അനുഭവിക്കുകയാണ്. ഞങ്ങളെ അറിഞ്ഞ സത്യം നിങ്ങളും അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ സ്നേഹം നിങ്ങൾ അനുഭവിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇവിടെ കാണുന്ന ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പ്രിയപ്പെട്ടവർ കേൾക്കുന്നല്ലോ, ഞങ്ങൾ വിളിച്ചു പറയുന്നത് മിഥ്യയാണോ സത്യമാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയുക. തിരിച്ചറിഞ്ഞ് ഈ കർത്താവിനെ ഒരു നിമിഷം നിങ്ങളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്നു എങ്കിൽ, ഒരു നിമിഷം കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് പറഞ്ഞാൽ, സ്തോത്രം, വാ കൊണ്ട് ഏറ്റു പറഞ്ഞാൽ, ആ കർത്താവ് നിങ്ങളുടെ ഭവനത്തിൽ വാസം ചെയ്യുവാനിടയാണ്. നമ്മൾ ആരോടും നമ്മുടെ ഹൃദയം തുറന്ന് മനുഷ്യനോടല്ല പറയേണ്ടത്, പിന്നെയോ സൃഷ്ടികർത്താവിനോട് നാം പറയാം. ഉറപ്പായിട്ടും ജീവിതത്തിൽ അത് മാറ്റം വരുവാനിടയാണ്, നന്മ വരുവാനിടയാണ്, അനുഗ്രഹം വരുവാനിടയാണ്. അതൊന്ന് നിങ്ങളെ അതിലേക്ക് ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ എല്ലാവരും ഒരേപോലെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ദൈവവാസം പ്രാർത്ഥിക്കും.
നിങ്ങളുടെ മാറ്റമില്ലാത്ത തീരുമാനത്ത് കർത്താവിൻ്റെ ദാസനെ ദൈവം ശക്തമായി ഉപയോഗിക്കുവാൻ, ദേശത്തിന് വേണ്ട ആലോചന വിളിച്ച് പറയുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെ, ഈ പകൽക്കാലം ഇവിടെ വന്ന് ഇത്രയും സമയം അനേക പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾ ഇതൊക്കെ ചെയ്യുന്നുവെങ്കിലും ഈ ദേശത്ത് ദൈവത്തിന്റെ പ്രവൃത്തി കാണേണ്ടതിന് വേദപുസ്തകങ്ങൾ ഇങ്ങനെ വായിച്ചു കേൾക്കുന്നു. ഞാൻ വാതിക്കൽ വന്ന് മുട്ടുന്നു, തുറന്നാൽ ഞാൻ നിന്നോടും കൂടെ അത്താഴം കഴിക്കുന്ന തിരുവെടുത്തു. ഞങ്ങൾ ഈ രാത്രികാലം ഈ കൊച്ചു കുഞ്ഞുങ്ങളുള്ള പാടിയ പാട്ടുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്നടക്കാൻ പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ ദൈവമേ, സ്വർഗ്ഗം നല്ല പിതാവേ, അനുഗ്രഹവും പ്രശാന്തവും വിലയേറിയതുമായ നല്ല സന്ധ്യവേളയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ മാറ്റമില്ലാത്ത തിരുവെഴുത്ത് കർത്താവെ ഈ ദേശത്ത് വിളിച്ചു പറയുവാൻ ഞങ്ങൾ ഓരോരുത്തരും ബലപ്പെടുത്തിയ അന്തർമകളെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് പറഞ്ഞതുപോലെ കർത്താവെ, ഞാൻ എന്റെ വചനം വഹിക്കും, അതതിന്റെ പ്രവൃത്തി ചെയ്ത് മടങ്ങി വരുമെന്ന് പറഞ്ഞതുപോലെ ഈ ദേശത്ത് അങ്ങനെ മാറ്റമില്ലാത്ത വചനം ദേശത്ത് വിളിച്ചു പറയുവാൻ ഭക്തന് രാത്രികാലം അഭിഷേകം ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവ്, കേൾവിക്കാരായ ജനത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ പരവാസകനമായ കാലഘട്ടത്തിൽ ഒരു കൂട്ടാത്മാക്കളെ കൂടി ദേശത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഇങ്ങനെ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, കൃപകരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ നാളുകളിൽ ഈ ദേശത്ത് ഒരു കൂട്ടാത്മാക്കൾക്ക് ദൈവത്തിന് വേണ്ടി ഒരുങ്ങുവാൻ പരിശുദ്ധരെ ഒന്ന് സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്ത കൃപകളെ ഓർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥന യാചനയും കേട്ടിക്കാൻ സ്തോത്രം, മകത്തെല്ലാം എടുക്കും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുമ്പോൾ ദൈവം നീ കേൾക്കണമേ, സ്വർഗ്ഗം നല്ല പിതാവേ, ആമേൻ. പിള്ളേരെല്ലാം ഫ്രണ്ടിൽ നിൽക്കും, ഷേം ബാക്കിൽ നിൽക്കും, ബാക്കിയുള്ളവർ ഫ്രണ്ടിൽ നിൽക്കില്ലേ. ആ, എടുക്കെടുക്ക്.